ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ പഴവർഷ പായസമാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്പെഷ്യൽ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു 500 ml തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടാണ്, അത് നല്ലതുപോലെ അരച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ എടുത്ത 500 ml തേങ്ങാപ്പാലാണിത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പിൽ നിന്നും ഒരല്പം കുറവായിട്ടാണ് ചവ്വരി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ചവ്വരി എന്നാണ് പറയുന്നത്, അതല്ലാതെ സാബൂനരി എന്നും പറയും. അപ്പോൾ ഞാൻ ഈ ചവ്വരി വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചവ്വരി എന്താണെന്ന്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും സാബൂനരി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ വേവിച്ചിട്ടാണ് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് ചവ്വരിയും കൂടെ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി വെച്ചിട്ട് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് 1/2 കപ്പ് ചവ്വരി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം നമുക്കിനി. നമ്മുടെ ഈ തേങ്ങാപ്പാലും ചവ്വരിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്, ഏത്തമ്പഴം. അപ്പോൾ അത് ഒരു പഴം, വലിയ പഴം നോക്കി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 1 കപ്പ് അളവിൽ ഇതിപ്പോൾ ഉണ്ട്. ചെറിയ മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിളാണ്. അപ്പം അതും ചെറിയൊരു പീസിൽ ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാമ്പഴമാണ്. ഒരു വലിയ മാമ്പഴത്തിലൊന്ന് എടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാനൊരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള മധുരമാണ്. ഇപ്പോൾ നമ്മുടെ ഈ മാമ്പഴവും പൈനാപ്പിളും പഴവും എല്ലാം ഇച്ചിരി മധുരമുള്ളതാണ്. അതിൻ്റെ പേരിൽ അത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഈ 3/4 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് നല്ല മധുരമാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ്. നല്ലൊരു മണമെല്ലാം ഉണ്ടാകും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല മധുരമൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പിടുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ചിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് 3 മിനിറ്റ് കൊണ്ട് തിളക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചവ്വരിയൊക്കെ ചേർക്കുന്നതിൻ്റെയും ഈ പഴത്തിൻ്റെയൊക്കെ ആ കട്ടിയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് താളിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴവർഷ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ള പായസത്തിൽ നിന്ന് ഒട്ടും നിങ്ങൾ വിചാരിക്കാത്ത ഒരു പ്രത്യേക തരം ടേസ്റ്റി ആയിട്ടാണ് ഈ പായസം ഉള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈ പായസം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ഫോട്ടോ എടുത്ത് shameeskitchen@gmail.com എന്ന മെയിലിലേക്ക് ഒന്ന് അയച്ചേക്കണം. കൂടാതെ നിങ്ങൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ കൂടി ഒന്ന് മെയിൽ ചെയ്തേക്കണം. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.